പാകിസ്ഥാനെയും തുർക്കിയെയും ഞെട്ടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗൗതം അദാനി. ഇന്ത്യയുടെ വ്യവസായിയായിട്ടുള്ള ഗൗതം അദാനി ഒറ്റ ദിവസം കൊണ്ട് 14,688 കോടി രൂപയാണ് ഗൗതം അദാനിയുടെ വരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനെയും തുർക്കിയെയും ഞെട്ടിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ തുർക്കി ബഹിഷ്കരണം ട്രെൻഡിങ് ആയിരുന്നു. അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള തുർക്കി ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ഇരു രാജ്യങ്ങളും $5 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. 2024 അവരുടെ വ്യാപാരം ഏകദേശം $1.4 ബില്യൺ ആയിരുന്നു. എന്നിരുന്നാലും ഗൗതം അദാനിയുടെ ആസ്തി താരതമ്യം ചെയ്താൽ തിങ്കളാഴ്ച അത് $1.72 ബില്യൺ വർദ്ധിച്ച് $82.3 ബില്യൺ ബ്ലൂംബെർഗ് ബില്യണേഴ്സ് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികരിൽ അദാനി ഇപ്പോൾ 20ാം സ്ഥാനത്താണ്. ഈ വർഷം അദ്ദേഹത്തിന്റെ സമ്പത്ത് $3.64 ബില്യൺ വർദ്ധിച്ചു എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ബ്ലൂംബെർഗ് ബില്യണേർ സൂചന പ്രകാരം അദാനിയുടെ ആസ്തി ഇപ്പോൾ $82.3 ബില്യൺ എത്തി നിൽക്കുന്നത്. ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിയുടെ ആസ്തി ഒറ്റ ദിവസം കൊണ്ട് $1.72 ബില്യൺ വർദ്ധിച്ചു. ഇത് 2024 സാമ്പത്തിക വർഷത്തിൽ തുർക്കിയുടെയും പാകിസ്ഥാന്റെയും വ്യാപാരത്തെക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഏകദേശം $1.4 ബില്യൺ ആണ് എന്നുള്ളതാണ്. തുർക്കി പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ കൂട്ടത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന് സ്ഥാനക്കയറ്റം നൽകിയത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ അതിന് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഞായറാഴ്ച തുർക്കി സന്ദർശിക്കുകയും തന്റെ യാത്രയിൽ ഇന്ത്യക്കെതിരായ അവരുടെ പിന്തുണയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തുർക്കിയും പാകിസ്ഥാനും ഒന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. ബ്ലൂംബെർഗ് ബില്യണേഴ്സ് സൂചിക പ്രകാരം ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഏറ്റവും ധനികരായ വ്യക്തികളുടെ സമ്പത്ത് ഈ വർഷം $13 ബില്യൺ വർദ്ധിച്ചിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള സൈലന്റ് ആയിട്ടുള്ള അറ്റാക്കുകൾ പാകിസ്ഥാനെയും തുർക്കിയെയും ഉറക്കം കെടുത്തുകയാണ്. അതായത് പാകിസ്ഥാന്റെയും തുർക്കിയെയും വ്യാപാര വിറ്റുവരവിനേക്കാൾ കൂടുതലാണ് ഒരു ദിവസത്തെ ഗൗതം അദാനിയുടെ വരുമാനം എന്നുള്ളത്. ഈ രണ്ട് രാജ്യങ്ങൾക്കും കനത്ത നാണക്കേട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ പാകിസ്ഥാൻ 10,000 രൂപ, അതായത് 10,000 ഏകദേശം 9,500 കോടി രൂപ IMFിൽ നിന്ന് കടമെടുത്തിരുന്നു. എന്നാൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്, ഗുജറാത്തിൽ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത് ഒരു ദിവസം 85,000 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതും പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത്. ലോക രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ ഈ സൂചികകളും ഈ കണക്കുകളെല്ലാം വെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.